നമസ്കാരം. കരിപ്പൂർ വിമാനത്തിൽ നിന്ന് മസ്കത്തിലേക്ക് പുറപ്പെട്ട വിമാനം അടിയന്തരമായി തിരിച്ചിറക്കിയ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. വിമാനത്തിന്റെ വെതർ റഡാർ സംവിധാനം തകരാറിലായതിനെ തുടർന്നാണ് തിരിച്ചിറക്കിയത്. യന്ത്ര തകരാറല്ലാത്തതിനാൽ ആശങ്ക വേണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. ഒമാൻ എയർവേസ് വിമാനം രാവിലെ 9:02 പുറപ്പെട്ടത്. തുടർന്ന് വിമാനം കരിപ്പൂർ വിമാനത്തിൽ ചുറ്റിക്കറങ്ങുകയും ചെയ്തു. ഇന്ധനം കത്തിച്ചു കളയാനായിരുന്നു 1 മണിക്കൂറിൽ അധികമായി വിമാനം കറക്കിയത്. കരിപ്പൂർ തേനീപ്പാലം പ്രദേശങ്ങൾക്ക് മുകളിലൂടെയാണ് വിമാനം കറക്കിയത്. സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വിമാനം കറക്കുകയും പകുതിയിലേറെ ഇന്ധനവും കത്തിച്ചു കളയുകയും ചെയ്തത്. 162 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇവരെ എല്ലാവരെയും തന്നെ സുരക്ഷിതരാണ്. ഇത് നേരിട്ട് വിമാനത്തെ ബാധിക്കുന്ന തകരാറ് അല്ല. മുന്നോട്ടുള്ള യാത്രയിൽ മഴയെക്കുറിച്ച് വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ വെതർ റഡാർ സംവിധാനം പ്രവർത്തനക്ഷമമാക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല, മഴയുടെ സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തുടനീളമുള്ളത്. അതുകൊണ്ട് തന്നെ വിമാനത്തിന്റെ പ്രധാനമായും ഇന്ന് ഇത്തരത്തിൽ വെതർ റഡാറിന്റെ ആവശ്യകത അത് ഏറെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു തകരാർ സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ഉടനടി തന്നെ വിമാനം നിലത്തിറക്കിയത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സുരക്ഷിതമായി തന്നെ വിമാനം അടിയന്തരമായി നിലത്ത് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ യാത്രക്കാർ എല്ലാവരും സുരക്ഷിതമാണ്. ബദൽ മാർഗം യാത്രക്കാർക്കായി ഒരുക്കും എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. എഞ്ചിൻ തകരാറ് ഒന്നും തന്നെ ഈ നിലവിൽ ഇപ്പോൾ ഈ വിമാനത്തിനില്ല. ഇത്തരത്തിൽ ഈ വെതർ റഡാറിനുണ്ടാകുന്ന തകരാറ് അത് ഉടനെ പരിഹരിക്കാനാകുമോ എന്ന വിമാനത്താവള അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ യാത്രക്കാർ സുരക്ഷിതരാണ് എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നത്. മസ്കറ്റിലേക്ക് പുറപ്പെട്ട വിമാനമാണ് അടിയന്തരമായി തിരിച്ചിറക്കിയിരിക്കുന്നത്. നിലവിൽ എന്തായാലും 162 യാത്രക്കാർ വിമാനത്തിനുള്ളിൽ സുരക്ഷിതരാണ് എന്ന ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത്. അതേസമയം വടക്കൻ ഇറ്റലിയിൽ ഉണ്ടായ ആലിപ്പഴ മഴയിൽ കേടുപാടുകൾ സംഭവിച്ച ഒരു ജെറ്റ് വിമാനം അടിയന്തരമായി ഇറക്കേണ്ടതായി വന്നു. ന്യൂയോർക്കിലെ JFK വിമാനത്താവളത്തിലേക്ക് പോകാനായി മിലനിലെ ഈ മാൽപെൻസ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ഡെൽറ്റ എയർവേസിന്റെ DL-185 വിമാനമാണ് സുരക്ഷിതമായി ഇറക്കിയത്. വിമാനത്തിന്റെ മുൻഭാഗത്ത് കാര്യമായ പൊട്ടലുകളുണ്ട്. അതുകൂടാതെ ചിറകുകളിലും എഞ്ചിനും ദ്വാരങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപകടമുണ്ടായ ഇന്നലെ ഉച്ചയ്ക്ക് അതിഭീകരമായ കൊടുങ്കാറ്റോട് കൂടിയ പേമാരി വടക്കൻ ഇറ്റലിയിൽ പെയ്യുകയായിരുന്നു. പേമാരി ബാധിച്ച പലയിടങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ട്. ഒരു ടെന്നീസ് ബോളിന്റെ അത്രയും വലിപ്പമുള്ള ആലിപ്പഴങ്ങളായിരുന്നു പെയ്തിറങ്ങിയത് എന്നാണ് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രതികൂല കാലാവസ്ഥയിൽ മിലൻ മാലിസ്പെൻസിൽ നിന്നും JFKയിലേക്കുള്ള വിമാനം റോമിലേക്ക് തിരിച്ചുവിട്ടതായി ഡെൽറ്റ എയർവേസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. റോമിൽ വിമാനം സുരക്ഷിതമായി ഇറക്കി എന്നും യാത്രക്കാർക്ക് ആർക്കും തന്നെ പരിക്കുകൾ ഇല്ലെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. കേടായ വിമാനം മെയിന്റനൻസ് വിഭാഗം പരിശോധിച്ചു വരികയാണെന്നും ഡെൽറ്റ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ദുബായിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി. തിരുവനന്തപുരം ദുബായ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് കഴിഞ്ഞ ദിവസം അടിയന്തരമായി തിരിച്ചിറക്കിയത്. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം വിമാനം തിരിച്ചിറക്കിയത്. ഉച്ചയ്ക്ക് 1:19 വിമാനം പുറപ്പെട്ടത്. 3:53 വിമാനം തിരിച്ചിറക്കിയത്. 174 യാത്രക്കാരുമായാണ് വിമാനം പറന്നുയർന്നത്. AC-യിലാണ് തകരാർ കണ്ടെത്തിയത്. യാത്രക്കാരെല്ലാവരും സുരക്ഷിതരാണ് എന്ന് അധികൃതർ അറിയിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ തന്നെ മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ ഉടൻ ദുബായിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തതായാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ.